കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഒടുവിൽ ആ പേടി, ആ ഭീഷണി, ഭീതി എല്ലാം യാഥാർത്ഥ്യമാകുന്നതിന്റെ തുടക്കം പോലെയാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ വരുന്നത്. ഒടുവിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും യുദ്ധമൊഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പി ജെയിംസ്, ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ആശങ്ക ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു യുദ്ധം അത് ഒഴിഞ്ഞു പോകും, ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം വട്ടം ഒക്കെ ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണോ ഇപ്പോൾ മങ്ങലേൽക്കുന്നത്? തീർച്ചയായിട്ടും ഇതൊരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇറാന്റെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോ ഇത് ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ജൂണിൽ നടന്ന ഏറ്റുമുട്ടലിൽ നമ്മൾ കണ്ടതാണ്, അവരുടെ പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ഇത്തവണയും മൊസാദ് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇസ്രായേലിന്റെ സൈന്യാധിപന്മാരെ തന്നെ തുടക്കത്തിൽ വധിക്കുന്നു എന്ന് പറയുന്നത്, ഇറാന്റെ സൈന്യാധിപന്മാരെ വധിക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധതന്ത്രങ്ങളിൽ അവർ മുന്നേറുന്നു എന്നതിന്റെ സൂചനയാണ്. ഇറാൻ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇതില് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം, അമേരിക്ക ഇതില് ജോയിന്റ് ഓപ്പറേഷന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിച്ചത് ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അമേരിക്ക തന്നെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇറാൻ US സേനാ താവളങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൂടി കണ്ടുകൊണ്ട് പശ്ചിമേഷ്യ മൊത്തം ഒരു സംഘർഷത്തിലേക്ക് മാറുകയാണെന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. എന്ന് മാത്രമല്ല, ഇറാനിൽ മാത്രമല്ല ലെബനോനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ജോയിന്റ് ഓപ്പറേഷനാണ്. അമേരിക്ക ഇവിടെ കപ്പലുകളിൽ നിന്ന് ഇറാനിലേക്ക് മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ തരത്തിൽ അമേരിക്കയും ഇസ്രായേലും കൂടിയാണ് ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യ വലിയൊരു സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും പോവുകയാണ്. സ്വാഭാവികമായിട്ട് അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ മാത്രമല്ല, എണ്ണയുടെ വില കുതിച്ചുയരും, പണപ്പെരുപ്പം ഉണ്ടാവും. വലിയ തരത്തിലുള്ളൊരു സംഘർഷത്തിലേക്ക്, പ്രത്യേകിച്ച് ചൈന കൂടി ഇതിന്റെ ഈ സംഘർഷത്തിൽ ഇടപെട്ടാൽ ഇത് മേഖലാ യുദ്ധത്തിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ നേരത്തെ എല്ലാം പറഞ്ഞിരുന്നത്, അഭ്യൂഹങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കും ആദ്യം ആക്രമണം നടത്തുക, അതിന്റെ പുറകിൽ സപ്പോർട്ടോട് അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടി മാത്രം. പക്ഷേ ഇപ്പോൾ ഇതാ സംയുക്ത ആക്രമണം തന്നെ നടത്തുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ വല്ലാത്ത ആശങ്ക പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അവസാനം, പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ തുടക്കം, ആക്രമണങ്ങളുടെ തുടക്കം. അതൊരു പരമ്പരയായി മാറിയാക്കാമെന്നുള്ള ആശങ്കയെല്ലാം ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് രാജ്യങ്ങൾ, കേവലം 2-3 രാജ്യങ്ങൾക്കിടയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ഒരു യുദ്ധത്തിന്റെ സമാനമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലോകരാജ്യങ്ങളെ എല്ലാം, അത് പല രീതിയിൽ സമാധാനം തന്നെ ഇല്ലാതാകും. ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര സൗഹൃദ ബന്ധങ്ങളെല്ലാം തന്നെ അത് നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെല്ലാം പരിഹാരമാകേണ്ട ഇടത്താണ് ഇന്നിപ്പോൾ ഈ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും. ഒപ്പം തന്നെ അതിന് പുറകെ ട്രംപിന്റെ ആ ഒരു ട്വീറ്റ്, അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു സംയുക്ത ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഇറാന്റെ ചില പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിലും ഇറാൻ ഇതിനെ ഏത് രീതിയിലാകും ഈ ആക്രമണത്തെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.